ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജംഷാദ്. നാളെ നിങ്ങൾ ഉറപ്പായിട്ടും കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഡാറ്റാ ബേസ്ഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തുകൊണ്ട് ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ കാരണം, നിങ്ങൾ ഉറപ്പായിട്ടും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കണ്ടിരിക്കുന്നു പറയാൻ കാരണം, നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് മാത്രമല്ല, എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യനും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതോട് കൂടിയിട്ട് ഇങ്ങനത്തെ ഡാറ്റാ ബേസ്ഡ്, ചിലപ്പോൾ ഇത് പൈ ഡയഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രാഫ് ആയിരിക്കാം, എന്ത് തന്നെ തന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ നമുക്ക് ഓൾറെഡി നമ്മുടെ ഗവൺമെന്റ് തന്നതാണ്. ഇതൊരിക്കലും വരില്ല, ഇതുപോലെ വേറെ ഏതെങ്കിലും ആയിരിക്കും വരിക. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ കൂടി ചെയ്തിട്ടേ നമ്മൾ എന്താകുന്നുള്ളൂ, വൈൻഡ് അപ്പ് ചെയ്യുന്നുള്ളൂ. നോക്കിക്കോ, ഇങ്ങനെ ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു പട്ടിക തന്നിട്ട്, ഒരു ഷീറ്റ് തന്നിട്ട് നമ്മളോട് പറഞ്ഞതാണ്, ഇവിടെ എന്താക്കുന്നുണ്ട്, ഇന്ത്യൻകാർ നോബൽ പ്രൈസ് കിട്ടിയുള്ള ഇന്ത്യക്കാരുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തുള്ളത്. എന്നിട്ട് അത് വായിച്ചിട്ട് അതിലുള്ള ക്വസ്റ്റ്യനോട് ആൻസർ ചെയ്യാൻ പറഞ്ഞത് 5 മാർക്കാണ് മക്കളെ. വെറുതെ കളയരുത്. ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ വായിക്കാം. എന്താണ് ഏറ്റവും നല്ലൊരു ട്രിക്ക് എന്നുള്ളത്, ക്വസ്റ്റ്യൻ ഫസ്റ്റ് വായിച്ചിട്ട് നേരെ എന്താക്കുക, ഗ്രാഫിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ക്വസ്റ്റ്യൻ വായിക്കാൻ. നോക്കിയോ, വിച്ച് കാറ്റഗറി ഡിഡ് ഹരിഗോവിന്ദ് ഖുർന വിൻ ദ നോബൽ പ്രൈസ് ഇൻ? മൂപ്പർക്ക് ഹർഗോവിന്ദ് ഖുരാന എന്ന് പറഞ്ഞ മൂപ്പർക്ക് ഏത് കാറ്റഗറിയിലാണ് എന്ത് കിട്ടി, നോബൽ പ്രൈസ് കിട്ടിയത്? ഹർഗോവിന്ദ് ഖുരാന. ഓക്കെ, അവർക്ക് എന്തിലാണ് കിട്ടിയത്? കാറ്റഗറി ഏതാണ്? മെഡിസിൻ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ സെറ്റ് ആയല്ലോ. ഒന്നാമത്തെ ആൻസർ എന്താണ്? മെഡിസിൻ. ഓക്കെ, ഒന്നാമത്തതിൻ്റെത് മെഡിസിൻ. ഓക്കെ, സെറ്റാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദാ പിടിച്ചോ. ഹു വോൺ ദ നോബൽ പ്രൈസ് ഫോർ ദ കെമിസ്ട്രി? കെമിസ്ട്രിക്ക് ആർക്കാണ് നോബൽ പ്രൈസ് കിട്ടിയത്? അപ്പോൾ തന്നെ നമ്മൾ നിൽക്കുക, നേരെ കെമിസ്ട്രി പിടിക്കുക. എന്നിട്ട് നേരെ വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ സെക്കൻഡിന്റെ ആൻസർ ആയ 2 മാർക്ക് കിട്ടിട്ടോ. 2 മാർക്ക് കിട്ടി, നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ദാ പിടിച്ചോ. Which year did കൈലാഷ് സത്യാർത്ഥി win the Nobel Prize? കൈലാഷ് സത്യാർത്ഥിക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള വർഷം ഏതാണ്? അപ്പൊ കൈലാഷ് സത്യാർത്ഥി നേരെ പിടിച്ചു നോക്കുന്നു. ഫീസാണ് കിട്ടിയുള്ളത്. സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് ആണ്. 2014 ആണ് കേട്ടോ. അപ്പൊ 2014 എന്നുള്ളത് ഇത് ഇവിടെയാണ് ആൻസർ എങ്കിൽ ഇതിന്റെ ആൻസർ വരുന്നത് 2014 ആണ്. അപ്പൊ മൂന്നാമത്തതിന്റെ ആൻസറും നമുക്ക് എന്താക്കി കിട്ടിയിരിക്കുന്നു. സെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? Who won the Nobel Prize in the year 1913? 1930 ആർക്കാണ് ആ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളതെന്നാണ്. 1930 നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നേരെ ഫിസിക്സിലാണ് CV രാമനാണ് കിട്ടിയുള്ളത്. അപ്പൊ മൂന്നാമത്തതിന്റെ ആൻസർ, നാലാമത്തതിന്റെ ആൻസറും കിട്ടി. CV രാമൻ എന്നുള്ളത് കിട്ടി. നാലാമത്തെ കിട്ടി. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ദാ പിടിച്ചോ. നമുക്ക് എന്താക്കാം, കളർ മാറ്റി കൊടുക്കാം. വെറൈറ്റി കളറുകൾ പോരട്ടെ. യെസ്, ദാ രവീന്ദ്രനാഥ ടാഗോർ വോൺ ദ നോബൽ പ്രൈസ് ഫോർ. എന്തിനാണ് രവീന്ദ്രനാഥ ടാഗോറിന് ആ ഒരു അവാർഡ് കിട്ടിയുള്ളത്? എന്തിനാണ് രവീന്ദ്രനാഥ ടാഗോർ പിടിക്കുന്നു? ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ലിറ്ററേച്ചറിലാണ്, സാഹിത്യത്തിലാണ് അവാർഡ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ആൻസറും 5 മാർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. സംഭവം സിമ്പിൾ ആണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ നിങ്ങളെ എന്താക്കും? നിങ്ങളെ ആ ഒരു മിസ്റ്റേക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മാർക്ക് നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല അത്യാവശ്യമായിട്ട് എന്ത് വേണം? യു നീഡ് പ്രാക്ടീസ്. നല്ല സൂപ്പർ ആയിട്ടുള്ള പ്രാക്ടീസ് വേണം. ഇവിടെ കണ്ടത് ഇവിടെ അമർത്യസൻ എന്നുള്ളത് അമർത്യസൻ എന്നൊക്കെ വെറുതെ കൊടുത്തതാണ്. ആക്ച്വലി അത് നമ്മൾ ക്വസ്റ്റ്യനിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നേരെ ചെയ്യുക. പ്രാക്ടീസിന് വേണ്ടി ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. ദാ പിടിച്ചോ. നോക്കിക്കോ. Below is a pie chart showing favorite food distribution. ഞാൻ ചുമ്മാ ജസ്റ്റ് എടുത്തതാണ്, പിന്നെ ഒരു എക്സാമ്പിൾ ഉണ്ടാക്കിയതാണ്. ഫേവറേറ്റ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. സ്റ്റഡി ദ ചാർട്ട് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇത് ഏറ്റവും കൂടുതൽ ഏതാണ്, ഏറ്റവും കുറവാണെന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാകും. ചിലപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഗ്രാഫ് ഒക്കെ കൊടുക്കാൻ മതി. എന്തായാലും നിങ്ങൾ പിന്മാറരുത്. ഒരു രക്ഷയില്ല, കിടലിനായി കൊടുക്കണം. നോക്കിക്കോ. വിച്ച് ഫ്രൂട്ട് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ എമംഗ് ദ സർവേഡ് ഗ്രൂപ്പ്? ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാകും. ദിസ് വൺ ആപ്പിൾ ആണ് അല്ലേ? ആപ്പിളിന്റെ ആൻസർ കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ചൂസ് ബനാന ആസ് ദ ഫേവറേറ്റ് ഫുഡ്? എത്ര പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരാണ് ബനാന ചൂസ് ചെയ്തിട്ടുള്ളതെന്നാണ്. ഇവിടെ എന്താണ്, ബനാന നമുക്ക് കിട്ടി. അവിടെ 20.0%, അതായത് 20% എഴുതിയാൽ മതി, അല്ലെങ്കിൽ 20.0% എന്താണ് അവിടെ കാണുന്നത് അത് എഴുതിയാൽ മതി. വിച്ച് ഫുഡ് ഹാഡ് ദ സ്മോളസ്റ്റ് പെർസെൻറ്റേജ് റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും കുറവ് ഏത് ഫ്രൂട്ടാണെന്നാണ് ചോദിച്ചത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ട് മനസ്സിലാക്കും. ചിലപ്പോൾ നോട്ടം മാത്രമല്ല, അതിൻ്റെ പെർസെൻറ്റേജ് കൂടി ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കി കറക്റ്റ് ആക്കുക. 10% നമ്മൾ വാട്ടർ മെലോൺ ആണ് അതിൻ്റെ ആൻസർ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പയർ ആപ്പിൾ ആൻഡ് മാംഗോ. വിച്ച് വൺ ഹാസ് എ ഹയർ പെർസെൻറ്റേജ്? ആപ്പിളും മാംഗോയും കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കിക്കോ. ഇവിടെ ആപ്പിൾ ഉണ്ട്, ഇവിടെ മാംഗോ ഉണ്ട്. രണ്ടും കൂടി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചോദ്യം എന്താ? ഹയർ പെർസെൻറ്റേജ് ഏറ്റവും കൂടുതലുള്ള ഏതാ?
ആപ്പിൾ മാംഗോ ഓൾറെഡി ആപ്പിൾ ആണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് കിട്ടിയത് കൊണ്ട് ആപ്പിൾ ആണ് നമുക്ക് ഓൾറെഡി മനസ്സിലായി. ഓക്കെ യെസ്, അത് കമ്പയർ ആപ്പിൾ ആൻഡ് മാംഗോ വിച്ച് വൺ ഹാസ് ഹയർ പെർസെൻറ്റേജ്, അത് തമ്മിലുള്ള വ്യത്യാസം ഏതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റണം, കറക്റ്റ് ആൻസർ പറയാൻ കിട്ടണം കേട്ടോ. ഓക്കെ സെറ്റ് ആണല്ലോ. ഇനി ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, അത് നിങ്ങൾ ആൻസർ ചെയ്യുക. ഹൗ മച്ച് ഓഫ് ദ പൈ ചാർട്ട് ഈസ് റെപ്രസെന്റഡ് ബൈ വാട്ടർമെലോൺ. വാട്ടർമെലോൺ ഇത് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ് നിങ്ങൾ കമന്റ് അയക്കേണ്ടത്. ആ കമന്റ് നിങ്ങൾ എന്താക്കുക, നേരത്തെ ഇതിന്റെ നേരത്തെ താഴത്തിൽ അയക്കുക. മാത്രമല്ല ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് നിങ്ങൾക്ക് ഒരു മെഗാ മാരത്തോൺ ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള നാളത്തെ എക്സാമിൽ കാണാൻ സാധ്യതയുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്നത്തെ മെഗാ മാരത്തോണിൽ ചെയ്യാൻ പോവുകയാണ്. ബയോളജിന്റെ പിന്നെ മെഗാ മാരത്തോൺ 6 മണിക്ക് തുടങ്ങും. അതിനുശേഷം കൃത്യം 8 മണിക്ക് ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യും. ഇംഗ്ലീഷ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തിട്ട് സെറ്റ് ആക്കും. സോ മിസ് ചെയ്യരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അറിയിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ഗ്രാമർ പോർഷൻ ഏതാണ് അല്ലെങ്കിൽ ഇത് ചാപ്റ്റർ എന്നുള്ളത് ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയിക്കുക. എന്നാലും നമുക്ക് എന്താക്കാം, അതിനുവേണ്ടി കുറച്ചുകൂടി നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സുകളൊക്കെ എന്താക്കാം നമുക്ക് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിക്കാൻ പറ്റും. എല്ലാവർക്കും ടഫുള്ള ഒരുവിധം കാര്യങ്ങളും നമുക്ക് അറിയാം. എന്നാലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ടഫുള്ള ആൾക്കാർ കൂടുതലായി ഇതിനൊക്കെ ലൈക്കൊക്കെ കിട്ടുകയാണെങ്കിൽ, മീൻസ് ചില കമന്റിനൊക്കെ കൂടുതൽ പിന്നെ ലൈക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കും, അതിനുവേണ്ടി ഓപ്റ്റ് ചെയ്യും. സോ നിങ്ങൾ എന്താക്കുക, കമന്റ് ചെയ്യുക. രാത്രി കൃത്യം 6 മണിക്ക് ബയോളജി തുടങ്ങും, 8 മണിക്ക് ഇംഗ്ലീഷ് തുടങ്ങും. മിസ് ചെയ്യരുത്, പവർ ആക്കാം, വേറെ ലെവലാക്കാം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സെറ്റ് ആക്കാം. ബൈ ബൈ, താങ്ക് യു.